ഞങ്ങളുടെ പരിയാപുരത്തുള്ള യക്ഷിവളവ് അല്ലെങ്കിൽ സുമതിവളവാണ് കേട്ടോ. ബട്ട് ആളെ കൊല്ലാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുന്നത് സുമതിയല്ല, ഈ റോഡിലുള്ള മെറ്റൽ തന്നെയായിരിക്കുന്നു മാത്രം. ഇതിപ്പോൾ റോഡിലാണ് മെറ്റൽ കിടക്കുന്നത്, മെറ്റലിലാണ് റോഡ് കിടക്കുന്നതെന്ന് ഒറ്റ കൺഫ്യൂഷൻ മാത്രമേ എനിക്കുള്ളൂ. 2 ദിവസം മുന്നേ മെയിൻറ്റെയിൻ ചെയ്ത റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ. എനിക്കെന്നെ ഷൂ വെച്ചിട്ട് ഈസി ആയിട്ട് മെറ്റലെല്ലാം ഇളക്കി പറക്കി എടുക്കാം. സ്കൂൾ വിട്ട് പോകുന്ന പിള്ളേരെ കാണി പാഞ്ഞു വരുന്ന ഫ്രീക്കന്മാരും പാലും പുല്ലും പെല്ലറ്റും ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്ന സാധനങ്ങളെല്ലാം സ്കൂട്ടിയുടെ മുന്നിൽ തന്നെ വെച്ച് അഭ്യാസപ്രകടനം അപ്പച്ചന്മാരും ഈ വളവത്തും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തൊട്ടിപ്പുറത്ത് പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന ചെറിയ ഭാഗം കണ്ണ് കെട്ടാണ്ടിരിക്കാനാണോ മാന്യമായിട്ട് അറിയതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പുറത്ത് കിടക്കുന്നത് വളരെ അലങ്കോലമായിട്ടും ഇപ്പുറത്ത് കിടക്കുന്നത് വളരെ മാന്യമായും ചെയ്തു വെച്ചേക്കുന്നു. ഓണമായതുകൊണ്ട് PWDക്കാരുടെ അത്തപ്പൂക്കളം മെറ്റൽ വെച്ച് കിട്ടിയാണെന്നൊരു ഡൗട്ടും കൂടി എനിക്കുണ്ട്. റോഡ് മെയിൻ്റനൻസിൻ്റെ യാതൊരുവിധ മാനദണ്ഡങ്ങളോ മര്യാദയോ ഇല്ലാണ്ട് നടത്തിയ ഈ റോഡ് പണി 6 അണിൽ പൊടിയിടാനാണ് ഇവരിങ്ങനെ ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ആരെങ്കിലും ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീരട്ടാമല ഇറക്കമൊക്കെ ഇറങ്ങി പുത്തനങ്ങാടി ഭാഗത്തേക്ക് വരുന്നവർ നോക്കിയും കണ്ടും വന്നോളുക. വളവ് വളയുമ്പോൾ ഈ മെറ്റലിൻ്റെ മുകളിലൂടെ കയറി വണ്ടി മറിഞ്ഞതിന് ശേഷം റോഡ് പൊളിഞ്ഞുകൊണ്ട് കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി മറിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം സർക്കാരിനും പോലീസിനും MPDക്കും വേണ്ടത് ഫൈൻ മാത്രമാണ്, അല്ലാണ്ട് ജനങ്ങളെ നന്നാക്കലല്ല. ഇനി ഈ റോഡിൽ ആരുടെയെങ്കിലും ജീവൻ പൊലിഞ്ഞാലേ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണ് തുറക്കുക എന്നുള്ളതാണെങ്കിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനെ ഓർത്തിട്ടെങ്കിലും ഈ റോഡ് പണി മാന്യമായി പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.